നമസ്കാരം. ചാണ്ടി ഉമ്മനോടാണ്. കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി ഒരു വലിയ പ്രഖ്യാപനം ചാനലിലൂടെ നടത്തിയത് മറന്നു. ദേ നോക്കിയേ ഈ കാർഡ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ടോയ്ലറ്റ് ഇടിഞ്ഞു വീണ് ബിന്ദു എന്നൊരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ വലിയൊരു പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ നടത്തി. ഓർമ്മയില്ലേ? ബിന്ദുവിന്റെ വീട് 10 ദിവസത്തിനകം ഞാൻ അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് വാസയോഗ്യമാക്കി കൊടുക്കുമെന്ന്. ഇന്ന് തീയതി എത്രയായി? ഓഗസ്റ്റ് 2. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അവിടെ പോയി നോക്കിയോ? അതെങ്ങനെ നോക്കും? സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടുവരുന്ന വരും കാലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളായിട്ട് അല്ലെങ്കിൽ കോട്ടയം മേഖലയിൽ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ മുഖങ്ങളായിട്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് ഡയലോഗ് അടിച്ചാൽ മതി, കല്ലിട്ടാ മതി എന്ന സ്റ്റൈലാണ്. കല്ലിട്ടിട്ട് പോകാം, ഡയലോഗ് അടിച്ചിട്ട് പോകാം, ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി ഏതെങ്കിലും ഇടതുപക്ഷക്കാരാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ വീടെവിടെ എന്ന ചോദ്യം ഇതിനകത്ത് പലകുറി കേൾക്കാമായിരുന്നു. പക്ഷെ ചാണ്ടി ഉമ്മൻ ഒരു ചാനലിലൂടെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയതിന് ശേഷം ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെയെല്ലാം എങ്ങനെയൊക്കെയാണ് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പ്രത്യേക ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇങ്ങനെ ഒരു വാഗ്ദാനം അന്ന് നൽകേണ്ട കാര്യം എന്തായിരുന്നു? അതായത് ചാണ്ടി ഉമ്മൻ ആ സന്ദർഭത്തിൽ സ്വന്തം ക്രെഡിറ്റിന് സ്കോർ ചെയ്യാൻ വേണ്ടി അടിച്ച ഡയലോഗാണ്. അല്ലാതെ പാവപ്പെട്ട ആ കുടുംബത്തിനോടുള്ള സ്നേഹമാണോ? 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ആ ഒരു സന്ദർഭത്തിൽ പേരെടുക്കുക, മാധ്യമങ്ങളിലൂടെ ഞാൻ ഒരു സംഭവമാകുക. ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ വല്ലാതെ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. 3000 വീടുകളിൽ നിശബ്ദനായി കയറിയത്രേ. ഒരാൾ ഒരു ദിവസം 100 വീട് കയറുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ 200 വീട് കയറുന്നു എന്ന് വെച്ചോ, 10-15 ദിവസം കൊണ്ട് എത്ര വീട് കയറാൻ പറ്റും? 3000 വീട് കയറാൻ പറ്റുമെന്ന് ഈ സ്ക്വാഡ് വർക്കിന് പോകുന്ന ആർക്കെങ്കിലും തോന്നാറുണ്ടോ? പിന്നെ തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? എന്തിനു മര്യാദ? അത് ചാണ്ടി ഉമ്മൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ചാണ്ടിച്ചായന്റെ മകനല്ലേ, അവനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഞങ്ങളല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പരസ്യമായി വാഗ്ദാനം കൊടുക്കുക, അതിനുശേഷം അത് ചെയ്യാതിരുന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എവിടെ ചാണ്ടി വീട്? ആ കുടുംബത്തിനെ ആ സന്ദർഭത്തിൽ പോയി വാർത്താ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി വാഗ്ദാനങ്ങളെല്ലാം നൽകിയതിനു ശേഷം ആ വഴിക്ക് പോകാതെ അവരുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തപ്പോൾ ഈ കാറ്റിനൊപ്പം തൂറ്റി അതിന്റെ ഒരു ക്രെഡിറ്റ് അടിച്ചിട്ട് എസ്കേപ്പ് ആവുന്ന പരിപാടി, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരൊക്കെ വലിയ സംഭവമാക്കി ചിത്രീകരിക്കുകയും എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉമ്മൻചാണ്ടിയുടെ മനസ്സ് തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം, അതിനുശേഷം ആ വഴിക്ക് നടക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമാനമുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ അത് ചെയ്തു തീർത്തതിന് ശേഷം മാധ്യമങ്ങൾക്കൊപ്പം അവിടെ പോയി ഞാൻ ദാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, ഇതല്ലേ ചെയ്യേണ്ടത്? ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പരതി നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും കാണാനില്ല. ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ കിടന്ന് ഷോ കാണിച്ച്, അതായത് ആ ബ്ലോക്ക് ഇടിഞ്ഞു വീണതിന് ശേഷം ഒരു കല്ലെടുത്ത് മാറ്റിയില്ലെങ്കിലും ക്യാമറകൾക്ക് മുന്നിൽ കിടന്ന് അഭിനയിച്ച് തകർത്തു. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി മാധ്യമങ്ങളിലെ ചില കോൺഗ്രസ് മനോഭാവക്കാരെല്ലാം കൂടി വാഴ്ത്തുപാട്ട് പാടി ആ ഉമ്മൻചാണ്ടിയുടെ അതേ നടത്ത, അതേ മൂക്ക്, അതേ മുടി എന്ന രീതിയിലൊക്കെ ചില വാഴ്ത്തുപാട്ടുകൾ പാടി അദ്ദേഹത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഡിറ്റോ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ നാട്ടുകാർക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്നുള്ള കാര്യം.